അവനെ ഒറ്റയടിക്ക് കൊല്ലാൻ പാടില്ല എന്നായിരുന്നു. മറിച്ച് അവനെ 3 പ്രാവശ്യമായി കൊല്ലണമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നതിനു ശേഷം അവന്റെ ശരീരം ചെറിയ ചെറിയ കഷ്ണങ്ങളായി നായകൾക്കും പട്ടികൾക്കും ഭക്ഷിക്കാൻ ഇട്ടുകൊടുക്കണമെന്നത് ആര്യന്മാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയിരുന്ന, ഒരുപാട് കാലം നടപ്പിലാക്കിയിരുന്ന സമ്പ്രദായങ്ങളിൽപ്പെട്ടതായിരുന്നു. മാത്രമല്ല, ആര്യന്മാരായ ബ്രാഹ്മണന്മാർ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ സത്യത്തിൽ ബ്രഹ്മാവിന്റെ മുഖത്തിൽ നിന്നാണ്, ശിരസിൽ നിന്നാണ് ഇങ്ങനെ ഒരു ജനവിഭാഗം ഉണ്ടായത് എന്നൊക്കെ തന്നെയും പാവപ്പെട്ട ദ്രാവിഡ സമൂഹത്തിന്റെ മേലിൽ ആധിപത്യം പുലർത്താൻ വേണ്ടി ആര്യന്മാർ ഉണ്ടാക്കിയ കള്ളക്കഥ മാത്രമായിരുന്നു എന്നതാണ് ഹൈന്ദവ ധർമ്മങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. പക്ഷേ അവരുടെ മേൽവിലാസത്തിൽ ഉണ്ടായ വേദങ്ങൾ, ആ വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും അതിലൊക്കെ തന്നെയും ഈ നിയമം അവർ കടത്തിക്കൂട്ടുകയാണ് ചെയ്തത്. ഏറ്റവും പൗരാണികമായ വേദം ഋഗ്വേദമാണ്. ആ വേദത്തിൽ ഒരിക്കലും മനുഷ്യൻ 4 തട്ടുകളാണ് എന്നോ അത് ഇന്ന കാരണത്താനാണ് എന്നോ ഒന്നും ഒരിക്കലും പരാമർശിക്കുന്നില്ല. എന്നാൽ നേരത്തെ പറഞ്ഞ മനുസ്മൃതി പോലുള്ള ആര്യന്മാരുടെ കയ്യൊട്ട വേദങ്ങളിൽ മാത്രമാണ് ശൂദ്രന്മാരടക്കമുള്ള സമൂഹത്തിന്റെ താഴെത്തട്ടുകളെ വളരെ ക്രൂരമായി കൈകാര്യം ചെയ്യുന്ന ഇത്തരം നിയമങ്ങളുള്ളത്. ഈ പ്രത്യേകതകളൊക്കെ നോക്കിയാൽ ആര്യന്മാർക്ക് ആദ് സമുദായവുമായി എന്തോ ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം ആ ജനതയെ അള്ളാഹു ഖുർആനിൽ പരിചയപ്പെടുന്നത് വൈദാ ബതഷ്തും ബതഷ്തും ജബ്ബാരീൻ, തീർച്ചയായും അവർ, നിങ്ങൾ ഒരു വിഭാഗത്തെ ആക്രമിക്കുകയാണ് എങ്കിൽ, ശിക്ഷിക്കുകയാണ് എങ്കിൽ നിങ്ങൾ വളരെ ക്രൂരമായി അവരെ ശിക്ഷിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത, വാസ്തുവിദ്യയിൽ അവർ ആ കാലഘട്ടത്തിന്റെ അധികായന്മാരായിരുന്നു എന്നതാണ്. മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കുകയും മനോഹരമായ കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയും തുടങ്ങിയ വാസ്തുവിദ്യ, കരവിരുതിന്റെ പിൻബലമുള്ള വാസ്തുവിദ്യ മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും അധികം വികാസം പ്രാപിച്ചത് തീർച്ചയായും ആദു ജനതയിൽ തന്നെയാണ് എന്നാണ് എല്ലാ ചരിത്രങ്ങളും പറയുന്നത്. പരിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ അധ്യായത്തിലെ 128 മുതൽ ഉള്ള ആയത്തുകളിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതബ്നൂന ബികുല്ലി റീഇൻ ആയതൻ തുബഅതൂൻ, നിങ്ങൾ കുന്നിൻ പ്രദേശങ്ങളിൽ മനോഹരങ്ങളായ സൗധങ്ങൾ ഉണ്ടാക്കുകയാണോ എന്ന് അല്ലാഹു ചോദിക്കുന്നു. നിങ്ങൾ എന്നെന്നും ഇവിടെ ജീവിക്കണം എന്ന താല്പര്യത്തിന്റെ പേരിൽ, മരിച്ചു പോവരുത് എന്നതിന്റെ പേരിൽ നിങ്ങൾ ബലിഷ്ഠമായ കോട്ടകൾ ഉണ്ടാക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അവരുടെ പ്രതാപത്തിന്റെ ചിഹ്നങ്ങളായി അവർ ഉന്നതമായ കുന്നിൻ പ്രദേശങ്ങളിൽ ആര് നോക്കിയാലും, എവിടെ നിന്ന് നോക്കിയാലും, എന്ന് നോക്കിയാലും കാണാൻ കഴിയുന്ന ക്രമത്തിൽ മനോഹരമായ സ്തൂപങ്ങൾ ഉണ്ടാക്കുകയും തൂണുകൾ ഉണ്ടാക്കുകയും അതിന്റെ മുകളിൽ ശക്തമായ കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് അവർക്കുണ്ടായിരുന്നത്. അപ്പോ അതവരുടെ പ്രത്യേകതയായിരുന്നു. ഈ പ്രത്യേകത സത്യത്തിൽ ആര്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഉണ്ടായിരുന്നു. അവർ കരകൗശല വിദ്യ അറിയുന്ന ആൾക്കാർ തന്നെയായിരുന്നു എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. മറ്റൊരു പ്രത്യേകത ആദ് സമുദായത്തെ സംബന്ധിച്ച് അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്. അത് സൂറ 29-ാമത്തെ അധ്യായത്തിലെ 38-ാമത്തെ വചനത്തിലാണ്. അതിൽ പറയുന്നത് വകാനൂ മുസ്തബ്സിരീൻ എന്നാണ്. വകാനൂ മുസ്തബ്സിരീൻ, അവർ അകം കാഴ്ചയുള്ളവരായിരുന്നു, അതിശക്തമായ ബുദ്ധിശക്തിയുള്ളവരായിരുന്നു, കാര്യങ്ങളെ അകലെ നിന്ന് വീക്ഷിക്കാൻ മാത്രമുള്ള കഴിവുള്ള ആൾക്കാരായിരുന്നു അവർ എന്നാണ് പറയുന്നത്. കണ്ടറിയുവാൻ കഴിവുള്ളവരായിരുന്നു അവർ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ആയത്തിൽ പരിചയപ്പെടുത്തുന്നത് അവർ സാമ്പത്തികമായും ഉന്നതി പ്രാപിച്ചവരായിരുന്നു എന്നാണ്. 26-ാം അധ്യായത്തിലെ 133, 134 ആയത്തുകളിൽ അത് വളരെ വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്. അമദ്ദകും ബിഅൻആമിൻ വബനീൻ വജന്നാത്തിൻ വഅയൂൻ. സൂറത്തുൽ ശുഅറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഓർമ്മപ്പെടുത്തുന്നതായി അവരുടെ പ്രവാചകന്റെ വാക്കുകൾ അല്ലാഹു ഉദ്ധരിക്കുകയാണ്. അമദ്ദകും, അല്ലാഹു നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു, ധാരാളം ആടുമാടുകളെ കൊണ്ടും ധാരാളം സമ്പത്തുകളെ കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും അല്ലാഹു നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. വജന്നാത്തിൻ വഅയൂൻ, മനോഹരമായ തോട്ടങ്ങളും ഉറവിടങ്ങളും സ്രോതസ്സുകൾ കൊണ്ട് അല്ലാഹു നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആര്യന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അടിസ്ഥാന വർഗമായ ദ്രാവിഡ സമൂഹത്തിന് മേൽ ഏറ്റവും പെട്ടെന്ന് തന്നെ അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർക്കായത് അവരുടെ സാമ്പത്തിക ശക്തി കൊണ്ടായിരുന്നു എന്നാണ്. ആര്യന്മാർ ഗോപാലന്മാരായിരുന്നു എന്ന്
എല്ലാ വേദങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. ധാരാളം പശുക്കളെ വളർത്തുന്നത് കുലത്തൊഴിലായി സ്വീകരിക്കുകയും അതിലൂടെ ആ കാലഘട്ടത്തിന്റെ പശുക്കൾ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കതൊരു വലിയ വരുമാന മാർഗമായി അത്ര തന്നെ വലിയതായി തോന്നുന്നില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പക്ഷേ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വരുമാന മാർഗവും സ്വത്തും സമ്പത്തും സമ്പാദ്യവും എല്ലാം പശുക്കളും കന്നുകാലികളുമായിരുന്നു എന്നാണ് മനുഷ്യനുണ്ടാക്കിയ മനുഷ്യനെ പറ്റി പറയുന്ന എല്ലാ ചരിത്രങ്ങളും പറയുന്നത്. അങ്ങനെ ഈ അർത്ഥത്തിലുള്ള ഒരു ജനത, അവരെയാണ് നാം പരിചയപ്പെടുന്നത്. അറേബ്യയിലെ അഹഖാഫിൽ ജീവിച്ചിരുന്ന ഒരു ജനത. അവർ നൂഹ് നബിയുടെ മകൻ സാമിന്റെ മകൻ ഇറമിന്റെ വംശപരമ്പരയിൽപ്പെട്ടവരായിരുന്നു. അവരെ ഖുർആൻ വിളിക്കുന്നത് ആദ് ജനത എന്നാണ്. ഈ ആദ് ജനതയുടെ പ്രത്യേകത എന്തായിരുന്നു എന്നാണ് കഴിഞ്ഞ ആയത്തുകളിലൂടെ നാം പരിശോധിച്ചത്. അവർ ബുദ്ധിശാലികളായിരുന്നു, സാമ്പത്തികമായി ഉന്നതി പ്രാപിച്ചവരായിരുന്നു, അവർക്ക് മനോഹരമായ വാസ്തുവിദ്യ അറിയുമായിരുന്നു. മാത്രമല്ല അവർ അഹങ്കാരികളായിരുന്നു. അവർക്ക് ശാരീരികമായ സൗകുമാര്യവും ശക്തിയും കരുത്തും എമ്പാടും അവർക്കുണ്ടായിരുന്നു. അതിന്റെ പേരിൽ ലോകത്തോട് അവർ അഹങ്കാരത്തിന്റെ വെല്ലുവിളിയുടെ സ്വരത്തോടുകൂടിയാണ് ശബ്ദിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഈ എല്ലാ പ്രത്യേകതകൾ കൊണ്ടും തന്നെ അവർ ജീവിച്ചിരുന്ന കാലത്ത് അവർ ലോകത്തെ അധിപതികളായി തീർന്നു. അങ്ങനെയുള്ള ഒരു ജനത, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എമ്പാടും ലഭിച്ച ഒരു ജനത, ആ ജനതയുടെ ജീവിതത്തിൽ താളഭംഗം വന്നു പോകുന്ന ഒരു ചരിത്രമാണ്, ഒരു ചിത്രമാണ് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ. നമുക്കതാണ് പഠിക്കാനുള്ളത്. അതെന്തെന്നാൽ ആ ജനത ഷിർക്കിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഷിർക്കിൽ തന്നെ നിലനിൽക്കാൻ അവർ തീരുമാനിച്ചു. അന്നുവരെ അവരുടെ പിതാമഹന്മാരായി അവർക്ക് ലഭിച്ച ചില തെറ്റായ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പരാമർശിച്ച 5 വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന സ്വഭാവമായിരുന്നു. ആ സ്വഭാവം തുടങ്ങിയത് നൂഹ് നബിയുടെ കാലത്താണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ആരാധിക്കപ്പെട്ടിരുന്ന വിഗ്രഹങ്ങൾ പ്രധാനമായും 5 ആയിരുന്നു. ആ 5 വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന സ്വഭാവം അവരുടെ പിൻതലമുറക്കാരായ ആദു ജനതയും അതേപോലെ പകർത്തുന്ന ഒരു ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനുശേഷം ഈ 5 വിഗ്രഹങ്ങളിൽ മാത്രം ഒതുങ്ങിയില്ല. അവർ സാം, അതുപോലെ തന്നെ സംദ, സമൂദ, വഹദ തുടങ്ങിയ ചില പ്രത്യേക വിഗ്രഹങ്ങൾ കൂടി അവർക്കുണ്ടായിരുന്നു. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അഹങ്കാരവും അതിനെ തുടർന്നുള്ള മാനസികാവസ്ഥയും അതേപോലെ തന്നെ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ബഹുദൈവങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിക്കുന്ന സ്വഭാവവും ഇതെല്ലാം കൂടിയായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം തീരുമാനിച്ചു. ഒരു ജനവിഭാഗം അബദ്ധസംശയം നടക്കുമ്പോൾ, ഒരു ജനവിഭാഗം ശരിയായ ഋജുവായ മാർഗത്തിൽ നിന്ന് വഴി തെറ്റുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറക്കും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ആ ജനതയെ കൈപിടിച്ചുകൊണ്ട് സത്യത്തിന്റെ വഴിയിലേക്ക് വരാൻ വേണ്ടിയാണ്, അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എമ്പാടും ലഭിക്കുകയും കാലഘട്ടത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാകുകയും ചെയ്ത ആദ് ജനത വിഗ്രഹ ആരാധനയിലൂടെയും അള്ളാഹുവേതരനായ ദൈവങ്ങളെ അംഗീകരിക്കുന്നതിലൂടെയും തെറ്റിപ്പോയി എന്ന് വന്നപ്പോൾ അള്ളാഹു ആ ജനതയോട് കാരുണ്യം കാണിക്കാൻ തീരുമാനിച്ചു. ആ കാരുണ്യമായിരുന്നു അവരിൽ നിന്ന് തന്നെ ഒരു മാർഗദർശി അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കുണ്ടാക്കി കൊടുത്തു. അത് മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആയിരുന്നു. അതായത് നൂഹ് നബിയുടെ മകനായ സാമിന്റെ മകനായിരുന്ന മക്കളിൽ ഒരാളായിരുന്ന അർഫശഹ്ദിന്റെ മകനായിരുന്ന ഷാലഹിന്റെ മകനായിരുന്നു ഹൂദ് എന്ന് പറഞ്ഞ പ്രവാചകൻ. അള്ളാഹുവിന്റെ റിസാലത്തുമായി ആദ് ജനതയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കുകയും താളഭംഗം വന്ന ജീവിതത്തെ വീണ്ടും താളാത്മകമാക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ നിയോഗം ഏറ്റെടുക്കുകയും ചെയ്ത മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ് ജനതയുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. വ ഇലാ ആദിൻ നഖാഹും ഹൂദൻ, അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് അവരുടെ ആദ് ജനതയിലേക്ക് അവരുടെ സഹോദരനായ ഹൂദിനെ നാം നിയോഗിച്ചു.
ഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തായിരുന്നു ഹൂദ് നബി അവരോട് പറഞ്ഞത് എന്ന് ഈ ആയത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാത്ത മറ്റ് ഇലാഹുകൾ ആരും നിങ്ങൾക്കില്ല. ഈ പ്രയോഗത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അന്ന് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ അള്ളാഹുവിനെ ഇലാഹായി കണ്ടിരുന്നു. എന്നാൽ അള്ളാഹുവിനെ മാത്രം ഇലാഹായി കാണുന്ന സ്വഭാവമാണ് അവർക്കുണ്ടാവാതിരുന്നത്. അതിനെയാണ് ഷിർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹു അല്ലാത്ത വിഗ്രഹങ്ങൾ, മൂർത്തികൾ, ശക്തികൾ, പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ തുടങ്ങിയവക്കെല്ലാം ദിവ്യത്വം കൽപ്പിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ആദി ജനതക്കുണ്ടായിരുന്നത്. അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഹൂദ് നബി അലൈഹി ഇസ്ലാം കഠോരമായ ശ്രമങ്ങൾ നടത്തുകയാണ്. നിങ്ങൾക്ക് അവനല്ലാതെ ഇലാഹില്ല, അഫലാ തത്തഖൂൻ, നിങ്ങൾക്ക് അനുഗ്രഹങ്ങളെല്ലാം ചൊരിഞ്ഞു തന്ന ആ പരാശക്തിയെ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. അവനല്ലാതെ ഇലാഹുകൾ ഉണ്ടായിരുന്നില്ല. ഭാരതീയ പഴമയിൽ ആര്യന്മാരുടെ ഇടയിലും അങ്ങനെ തന്നെയാണ്. ആര്യന്മാരുടെ ദൈവം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അള്ളാഹു ആയിരുന്നു എന്ന മറുപടി മാത്രമാണ് ആ കാലത്തുണ്ടായ വേദങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക. പിൽക്കാലത്ത് ഇതേപോലെ തന്നെ പലവിധം വിഗ്രഹങ്ങളെയും അറേബ്യയിൽ നിന്നും മെസപ്പൊട്ടേമിയയിൽ നിന്നും കോപ്പി ചെയ്തുകൊണ്ട് അവർ ഇന്ത്യയിൽ സ്ഥാപിച്ചുകൊണ്ട് ബഹുദൈവ സ്വഭാവം ഇന്ത്യയിൽ പഠിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. അതിനു മുമ്പ് അടിസ്ഥാനപരമായി ഋഗ്വേദമാണ് ഹൈന്ദവ ധർമ്മത്തിന്റെ ആദ്യത്തെ വേദം എന്ന് നാം പറഞ്ഞു. ആ വേദത്തിലെ 10ാം മണ്ഡലത്തിലെ 120ാം സൂക്തത്തിലെ 1ാമത്തെ കൃക്ക് ഇങ്ങനെയാണ്: ഹിരണ്യഗർഭ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാതപതിരേഖ ആസീത് സഥാധാര പൃഥ്വീം ദ്യാമുതേമാം കസ്മൈ ദേവായ ഹവിഷാവിധേമ. ഈ സൂക്തങ്ങളുടെ വ്യക്തമായ അർത്ഥം ഹിരണ്യഗർഭൻ എന്ന ഒരു ദൈവത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ഹിരണ്യഗർഭ സമവർത്തദാഗ്രേ എന്നും എക്കാലവും ലോകത്തിന്റെ അധീശാധികാരിയാണ് ഹിരണ്യഗർഭൻ എന്നാണ് പരിചയപ്പെടുന്നത്. ഹിരണ്യഗർഭന്റെ വിശേഷണങ്ങൾ പറയുമ്പോൾ അത് സർവശക്തനായ അള്ളാഹുവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ തത്തുല്യമായ ശക്തിയായ ഒരു പരാശക്തിയെ സംബന്ധിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ എല്ലാം അവന്റെ കയ്യിലാണെന്ന് അവർ പറയുന്നു. പൃഥ്വീം ദ്യാമുദേമാം, പൃഥ്വീം എന്ന് പറയുന്ന ഭൂമിയും ദ്യാമു എന്ന് പറയുന്ന ആകാശവും, ഭൂമിയും ആകാശവും ഇതെല്ലാം ഈ ഹിരണ്യഗർഭന്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ കസ്മൈ ദേവായ ഹവിഷാവിധേമ, ആ ഏകനായ നാഥന് മാത്രമേ നാം ഹവിഷുകൾ അർപ്പിക്കാൻ പാടുള്ളൂ, നാം ആരാധന അർപ്പിക്കാൻ പാടുള്ളൂ. ഋഗ്വേദത്തിന്റെ ഒരു പ്രധാന സൂക്തമാണ് ഈ പറയുന്നത്. ഹിന്ദുധർമ്മത്തിന്റെ അടിസ്ഥാന തത്വങ്ങളുടെ ആദ്യ പാഠങ്ങളായിരുന്ന, ആദ്യ വേദങ്ങളായിരുന്ന ഋഗ്വേദത്തിലെ സൂക്തങ്ങൾ, ആ സൂക്തങ്ങളിൽ കാണുന്നത് ഒരടിയുറച്ച ഏകദൈവത്തെ സംബന്ധിച്ചുള്ള ചരിത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ദ്രം മിത്രം വരുണമഗ്നിമാഹു രഥോ ദിവ്യസ്സ സുഭാർണോ ഗുരുത്മാൻ ഏകം സദ്വിപ്രാബഹുദാവതന്ത്യഗ്നീം യമം മാതരിശ്വാനമാഹു. അദ്ദേഹത്തെ ഇന്ദ്രൻ, മിത്രം, വരുണൻ എന്നെല്ലാം പറയുന്നുണ്ട്. ഗരുഡനും അവൻ തന്നെയാണ്, അഗ്നിയും അവൻ തന്നെയാണ്, യമനും അവൻ തന്നെയാണ്. വിദ്വാൻമാർ ഒന്നിനെ വലുതാക്കി പറയുകയാണ്, പല കൂലത്തിൽ പറയുകയാണ് എന്നാണ് ഋഗ്വേദത്തിലെ തന്നെ 1ാം മണ്ഡലത്തിലെ 164ാം സൂക്തത്തിലെ 46ാമത്തെ കൃക്കിൽ പറയുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ആദു ജനതയുടെ അതേ വിശ്വാസ സ്വഭാവമായിരുന്നു. അതായത് അടിസ്ഥാനപരമായി അള്ളാഹുവിനെ അംഗീകരിക്കുന്നു, എന്നാൽ അള്ളാഹു അല്ലാത്ത മൂർത്തികളെയും ശക്തികളെയും ദൈവങ്ങളായി വിശ്വസിക്കുന്നു എന്നതായിരുന്നു അവരുടെയും പ്രത്യേകത. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹത്തോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: ഖാലൽ മലഉല്ലദീന കഫറൂ മിൻ ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനതയിൽ നിന്നുള്ള സത്യനിഷേധികളായ ആൾക്കാർ പറഞ്ഞു, ഇന്നാ ലനറാക ഫീ സഫാഹത്തിൻ, നീ വിഡ്ഢിത്തം പറയുകയാണ് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. വ ഇന്നാ ലനദുന്നക മിനൽ കാദിബീൻ, നീ കളവ് പറയുന്നു എന്നാണ് ഞങ്ങൾ ഭാവിക്കുന്നത്. 2 കാര്യങ്ങളായിരുന്നു അവർ ഹൂദ് നബി അലൈഹി ഇസ്ലാമിന് മറുപടി നൽകിയത്. ഒന്ന്, ഹൂദ് നീ പറയുന്നത് ഒരു വിഡ്ഢിത്തമാണ്. 2, ഹൂദ് നീ പറയുന്നത് കളവാണ് എന്നാണ്. 2 പ്രകടനങ്ങളായിരുന്നു അത്. നിലവിലുള്ളതിനെ നിഷേധിക്കാൻ വേണ്ടി പലപ്പോഴും അവ്യക്തമായ അല്ലെങ്കിൽ കാണാൻ കഴിയാത്ത കാര്യങ്ങളെ പറയുക എന്നത് എക്കാലത്തുമുള്ള സത്യനിഷേധികളുടെ ഒരു പ്രത്യേകതയായിരുന്നു. 40 വയസ്സുവരെ സത്യസന്ധനായി തങ്ങൾക്കിടയിൽ ജീവിച്ച മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അവരെന്തെല്ലാമാണ് പറഞ്ഞത്?
തീർച്ചയായും അതുവരെയും നബി അംഗീകരിച്ചിരുന്നവർ മുഹമ്മദിന് ഭ്രാന്താണ് എന്നും പറയുന്നത് തെറ്റാണ് എന്നുമെല്ലാം പറയുകയും വിശുദ്ധ ഖുർആൻ അതിന് അക്കമിട്ട് മറുപടി പറയുകയും ചെയ്യുകയുണ്ടായില്ലേ? എന്നതുപോലെ തന്നെയാണ് ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരോടും പറഞ്ഞതുപോലെ ആദ് ജനത തങ്ങളുടെ പ്രവാചകനായ ഹൂദ് നബി അലൈഹിസ്സലാമിനോട് ഇങ്ങനെ തന്നെ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു, ഖാല യാ ഖൗമി ലൈസ ബി സഫാഹ, ജനങ്ങളെ എനിക്ക് യാതൊരു വിഡ്ഢിത്തവുമില്ല. വലാകിന്നി റസൂലുൻ മിർ റബ്ബിൽ ആലമീൻ, ഞാൻ റബ്ബുൽ ആലമീന്റെ ദൂതനാണ്, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്. ഉബല്ലിഗുക്കും റിസാലാത്തി റബ്ബി, ഞാൻ എന്റെ റബ്ബിന്റെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരാൻ വന്നിരിക്കുകയാണ്. വാനലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക്